Hi friends, welcome to my channel. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു റിയലിസ്റ്റിക് പോർട്രേറ്റ് ആണ്. അങ്ങനെ ആരുടെ ഫോട്ടോ വരയ്ക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ കരിന്തണ്ടൻ എന്ന ഫിലിമിലത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഫോട്ടോയാണ് ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. This is my entertainment. ഞാൻ ഈ പിക്ക് വരയ്ക്കാൻ ഗ്രിഡ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ സ്ക്വയേഴ്സിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിനി ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ റെഫറൻസ് പിക്കിൽ നോക്കിയിട്ട് ഓരോ സ്ക്വയേഴ്സും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ ആ ഭാഗങ്ങൾ മാത്രം ആദ്യം വരയ്ക്കുക. അങ്ങനെ ഓരോ സ്ക്വയറും കംപ്ലീറ്റ് ആക്കി വരികയാണ് ഗ്രിഡ് മെത്തേഡിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കണ്ണിൻ്റെ പൊസിഷൻസ് ഒന്നും മാറിപ്പോവില്ല. കറക്റ്റ് ആരെയാണോ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ അതേ ഔട്ട്ലൈൻസ് നമുക്ക് റെഫറൻസ് പിക്ക് ചെയ്യുന്ന കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വരയ്ക്കാൻ പറ്റും. അതാണ് ഈ ഗ്രിഡ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ബിഗിനേഴ്സിനായാലും പ്രൊഫഷണൽസിനായാലും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഡ്രോയിങ്ങിലത്തെ ടെക്നിക്കാണ് ഈ ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സ്ക്വയേഴ്സിലുള്ള ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരച്ചു വന്നാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും ആ റെഫറൻസ് പിക്കിലുള്ള അതേ ഔട്ട്ലൈൻ തന്നെ നമ്മൾ വരയ്ക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. നമുക്ക് പേടിക്കണ്ട, അയ്യോ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓരോ പൊസിഷൻസ് മാറിപ്പോവോ, ആളുടെ ഷേപ്പ് മാറിപ്പോവോ, അങ്ങനെയൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ വിനായകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഏത് റോളും കറക്റ്റായിട്ട് ഏത് റോളും ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. ഒരു പച്ചയായ മനുഷ്യൻ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആളുടെ അഭിനയമൊക്കെ അടിപൊളിയാണ്. എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനും കൂടിയാണ്. ഇനി നമ്മൾ ഹെയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓരോ സ്ക്വയേഴ്സും നോക്കിയിട്ട് അതിലെങ്ങോട്ടാണോ ഹെയറിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കായിട്ട് ഓരോ സ്ക്വയറിലും ആദ്യം ഒന്ന് റെഫറൻസ് ആയിട്ട് വരച്ച് വയ്ക്കുക. അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ക് തീർന്നതോ ഇല്ലെങ്കിൽ ഷാർപ്പായ എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ചിട്ട് നമ്മുടെ വൈറ്റ് ഹെയർ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ നമ്മുടെ പാന് വെച്ചിട്ട് ഇങ്ങനെ ലൈനായിട്ട് വരച്ചിട്ട് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഹെയർസ് നല്ല കറക്റ്റായിട്ട് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ പാൻ കൊണ്ട് വരച്ച ഭാഗത്ത് മാത്രം ഗ്രാഫൈറ്റ് പൗഡർ വരില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് മാത്രമായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള വൈറ്റ് ഹെയർസ് നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ ആ വൈറ്റ് ഹെയർസ് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആ ഇങ്ക് തീർന്ന പാൻ കൊണ്ട് വരയ്ക്കുമ്പോൾ ഉള്ള ഗുണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനൊരു 9B പെൻസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഡാർക്കർ പോർഷൻസിലും പിന്നെ ഓരോ ഹൈലൈറ്റ് ആവണ ഡാർക്ക് പോർഷൻസിലും നമ്മൾ ഈ 9B പെൻസിൽ വെച്ചിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ റിയലിസ്റ്റിക് പിക്കുകൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്ക്വയറിൽ ഇല്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഒരു ഒറ്റ ലെയറിൽ തന്നെ തീർക്കാതെ ഫസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് പിന്നെ ഗ്രാജുവലി അത് ഡാർക്കാക്കി വരാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു 3D ഇഫക്റ്റായിട്ട് വരുത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ പെൻസിൽസും യൂസ് ചെയ്യാം. എന്നിട്ട് ഓരോ ഹെയറിൻ്റെയും ഡീറ്റെയിലിങ് കുറച്ചും കൂടി കൂടുതൽ കൂട്ടാൻ പറ്റും. ഈ മെക്കാനിക്കൽ പെൻസിൽസ് അതിന് വളരെ സഹായകരമാണ്. പിന്നെ നമ്മൾ ബ്ലെൻഡിങ് ആണ് ഇതിലത്തെ മെയിൻ പോർഷൻ എന്ന് പറയണത്. ഇതൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും ഡാർക്കൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോ പിക്കും റിയലിസ്റ്റിക്കായി മാറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ സ്കിൻ ടോൺ എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നതെന്ന് കാണാൻ കഴിയും. ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ചെയ്തു, പിന്നെ ഗ്രാജുവലി അതിൻ്റെ മേലെ നമ്മളിങ്ങനെ റെഫറൻസ് പിക്കിൽ നോക്കിയിട്ട് ഇത്ര മതിയോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഡാർക്കൻ ചെയ്ത് വരിക.
അങ്ങനെ ആകുമ്പോൾ നമുക്ക് മായ്ക്കേണ്ട ആവശ്യം അധികം വരില്ല. റേസറിൻ്റെ ഒന്നും അധികം ആവശ്യം നമുക്ക് എടുക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ ബ്ലെൻഡിങ് സ്റ്റിക്കും പിന്നെ കോട്ടൺ ബഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരിക. നമ്മളുടെ ഈ വൈറ്റ് കളറിൻ്റെയും ബ്ലാക്ക് കളറിൻ്റെയും ഇടയിൽ നമുക്ക് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഷെയ്ഡ്സൊക്കെ നമ്മൾ വരയ്ക്കണ പിക്കിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്ക് കൂടുതൽ റിയലിസ്റ്റിക് ആയി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കിത് പ്രാക്ടീസിലൂടെ നിങ്ങളുടെ ഡ്രോയിങ്സിലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനും ഇപ്പം അടുത്തൊക്കെ തന്നെയാണ് വരയ്ക്കാൻ തുടങ്ങിയത്. എന്നിട്ടും എനിക്കിത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ സെയിം പ്രോസസ്സിലൂടെ നമുക്ക് ഈ ഫോട്ടോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ടൈം ഓരോ പോർഷൻസിലും സ്പെൻഡ് ചെയ്യുന്നു അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും നമുക്ക് ആ പോർഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഡ്രോയിങ്ങിൽ വേണ്ട ഒരു കാര്യം. നമ്മൾ ഏതൊരു ഫോട്ടോയും എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വരച്ച് തീർക്കാന്നുള്ള ഒരു മൈൻഡിൽ വരയ്ക്കരുത്. അതിൻ്റെ ഓരോ പോർഷൻസും നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ അത് നമുക്ക് കിട്ടണ വരെ ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ പോർഷൻസ് കറക്റ്റായിട്ട് ആ റെഫറൻസ് പിക്കിലുള്ള മാതിരി തന്നെ നമുക്ക് വരുത്താൻ പറ്റും. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചൊക്കെ ക്ഷമ അത്രേ വേണ്ട. നമ്മൾ എത്രത്തോളം ക്ഷമയോട് കൂടിയിട്ടാണ് ഓരോ പോർഷൻസും വരയ്ക്കുന്നത് നമുക്ക് അത്രയും റിസൾട്ട് നമ്മുടെ ആ വരയ്ക്കണ പിക്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഓരോ പിക്കും വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നത്ര സമയമെടുത്ത് സ്ലോ ആയി വരയ്ക്കുക. അതാണ് ഡ്രോയിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഡ്രോയിങ് ഞാൻ വരച്ച് തീർക്കാൻ എടുത്ത സമയം ഏകദേശം ഒരു 6-6.5 മണിക്കൂറാണ്. ഒരു 4 ദിവസമായിട്ടാണ് ഞാൻ ഈ ഫോട്ടോ വരച്ച് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ മൂടുള്ള ഒരു ടൈമിൽ വരയ്ക്കാതിരിക്കുക. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് പല ടൈമായിട്ടിരുന്നിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ഓരോ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാതെ ഒരു ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പെർഫെക്ഷനോട് കൂടിയിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ പോർഷൻസും വരയ്ക്കുമ്പോൾ അവിടെ പല പല എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ കറക്റ്റ് മെഷറിൽ വരയ്ക്കാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ വരയ്ക്കാൻ നോക്കുക. ഒരൊറ്റ പെൻസിൽ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തും വരയ്ക്കണേറ്റും കൂടുതൽ റിസൾട്ട് നമുക്ക് ഓരോ പോർഷൻസും വരയ്ക്കേണ്ട പെൻസിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കിട്ടും. മീശയും താടിയൊക്കെ വരയ്ക്കുമ്പോഴും നമ്മൾ തലമുടി വരയ്ക്കാൻ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ ഒരു മുടിയുടെ എങ്ങനെയാണോ നമ്മുടെ ഹെയർ കിടക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ക് തീർന്ന പാൻ ഉപയോഗിച്ച് അതിൻ്റെ വൈറ്റ് ഹെയർസ് വരുന്ന ഭാഗത്ത് ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഒന്നും കൂടിയും കുറച്ച് ഡാർക്കർ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 9B പെൻസിൽ വെച്ചിട്ട് ഓരോ ഹെയർസിൻ്റെയും കറക്റ്റ് ഡീറ്റെയിലിങ്ങും പിന്നെ മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ട് വിട്ട് നിൽക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ഹെയർസും വരച്ചെടുക്കാൻ പറ്റും. പല്ല് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല്ല് വെള്ള കളറല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ചെയ്യാൻ വിട്ടുപോകരുത്. കാരണം ആ ഷെയ്ഡിങ്, അതായത് ചെറിയ രീതിയിലെങ്കിലും ഒരു ഷെയ്ഡിങ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആ റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടില്ല.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗുഡ് ലക്ക് ഗൈസ്. ലെറ്റ്സ് സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.